നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 1637 പത്രികകൾ അംഗീകരിച്ചു. 337 പത്രികകൾ തള്ളി. 2 നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചു. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ പലയിടത്തും അനിശ്ചിതത്വം. പരാതിയെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പത്രിക വൈകിയാണ് സ്വീകരിച്ചത്. LDF പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് വി ഡി സതീശന്റെ പത്രികയിൽ അനിശ്ചിതത്വമുണ്ടായത്. എന്നാൽ വി ഡി സതീശന്റെ വിശദീകരണം അംഗീകരിച്ച് പത്രിക സ്വീകരിക്കുകയായിരുന്നു. കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് സൗണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ലോ അനുസരിച്ചിട്ടാണ്. കൃത്യമായ നിയമത്തിന്റെയും നടപടിക്രമത്തിന്റെയും പ്രീസിഡൻസിന്റെയും അടിസ്ഥാനത്തിലാണ് അതുണ്ടായിട്ടില്ല. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ ഒരു സെറ്റ് പത്രിക തള്ളി. വർഗീയ പരാമർശം നടത്തിയ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇവിടെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ അപരൻ PC മുഹമ്മദ് റിയാസിന്റെ പത്രിക തള്ളി. ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥി PK ശശിയുടെ അപരൻ ശശി PKയുടെ പത്രിക സ്വീകരിച്ചു. LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറിന്റെ അപരൻ K പ്രേമദാസന്റെ പത്രിക തള്ളി. കുന്നംകുളത്ത് LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രിക അംഗീകരിച്ചു. അപരന്റെ പത്രിക തള്ളി. സത്യവാങ്മൂലം പൂർണ്ണമല്ലാത്തതിനാൽ അമ്പലപ്പുഴയിലെ അപര സ്ഥാനാർത്ഥി VK സുധാകരന്റെ പത്രിക തള്ളി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.